ഈ സർക്കാരിനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ. നേതാവ് കിച്ചു ഇന്നാള് പട്ടണത്തിൽ പ്രസംഗിച്ചായിരുന്നു. നികുതി കുറയ്ക്കുന്ന കാര്യവും കാട്ടുമൃഗങ്ങളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുന്ന കാര്യവും ഒക്കെ പറഞ്ഞു. ഒന്ന് നിന്നേ, ഞാനൊന്ന് സാധിക്കട്ടെ. അയ്യോ എന്നാടാ? ആന ആന ഇറങ്ങി. അയ്യോ ഓടി വരണേ, ആന ഇറങ്ങി, എല്ലാവരും ഓടി വരണേ. അതെ, കണ്ടോ? നിങ്ങൾ ആരെങ്കിലും എന്റെ കുട്ടായിയെ കണ്ടോ? എന്റെ കുട്ടായിയെ കണ്ടോ? ഇല്ല, അവൻ പട്ടണത്തിൽ പോയി കാണും മായമ്മ. മിക്കവാറും അങ്ങോട്ടല്ലേ ചെക്കൻ പോവാറ്. സാധാരണ ഞാൻ അവന്റെ പുറകെ പോകുന്നതാ. ഇന്നെനിക്ക് പോകാൻ പറ്റിയില്ല. എന്റെ കണ്ണ് തിരിഞ്ഞ ഓൻ എങ്ങോട്ടെങ്കിലും പോയി കളയും. മാത്തു, എടാ മാത്തു. ഓ മായമ്മ, എന്താ? നീ പട്ടണത്തിൽ പോയില്ലേ? കുട്ടായി അടങ്ങാനും കണ്ടായിരുന്നോ? അവിടെ കണ്ടായിരുന്നു. ചന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു. മായമ്മ പുരയിൽ പോയി ഒരങ്ങ് വന്നു. എന്റെ ഒരു കോഴിക്കറി വേണ, ഇത്തിരി കഞ്ഞി കുടിച്ചോ. വാ. എന്ന് ഈ ഒരു കഞ്ഞി എന്നാണോ ഇത്തിരി നല്ലത് എന്തെങ്കിലും തിന്നാൻ പറ്റുന്നേ? നല്ല കോഴിക്കറിയും കൂട്ടി ഇത് ചപ്പാത്തി കഴിക്കും, മരിച്ചാലും വേണ്ടിയില്ല. വാ, വീട്ടിൽ പോകാം. അമ്മ ഇങ്ങ് വാ, നല്ല പഴുത്ത പഴങ്ങളുണ്ട് ഇവിടെ. നല്ല പഴം. മതി, മതിയടാ. വാ, വീട്ടിൽ പോകാം. ഞാനില്ല, എനിക്ക് പട്ടണത്തിൽ പോണം. അവിടുന്ന് ഭയങ്കര പരിപാടികളാ, നല്ല രസായിരിക്കും. വന്യമൃഗങ്ങൾ ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു. നാട്ടിൽ കൃഷി ചെയ്തുള്ള ജീവിതം സാധ്യമല്ലാതെ ഇതൊക്കെ നോക്കി നിൽക്കുന്ന സർക്കാരും അധികാരിയുമാണ് നമുക്കുള്ളത്. നമുക്ക് ഇവരുടെ കണ്ണ് തുറന്നേ പറ്റൂ. ആഹാ, അത്രക്കായോ? എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത് ഞങ്ങളുടെ അവകാശമാണ്. പ്രതികരിക്കുന്നത് ഞങ്ങളുടെ അവകാശമാണ്. സർക്കാരിന്റെ കൊള്ളപ്പിരിവിനെ കുറിച്ച് സംസാരിച്ചതിനും കിച്ചുവിനെ അവർ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇത് നീതിയാണോ? നമുക്ക് എല്ലാവർക്കും കൂടി കിച്ചുവിനെ മോചിപ്പിക്കണം. ഒന്നിച്ചു നിന്ന് പോരാടേണ്ട സമയമായിരിക്കുന്നു. എല്ലാവരും ഒന്നിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകണം. കിച്ചുവിനെ മോചിപ്പിക്കണം. നമ്മുടെ അടുത്ത ഗ്രാമത്തിലെ ആൾക്കാരെ കൂട്ടി അങ്ങോട്ട് വരുവാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരും കൂടി എത്തിയാൽ നമുക്ക് ഒന്നിച്ചു പോകണം. ഇതാണ് സുഹൃത്തുക്കളെ, നമുക്ക് ഒന്നിച്ചിരിക്കേണ്ട സമയം. വാഴുക
വാഴുക ബിരുദം വാഴുക കാടുവാഴുക കണ്ടം വാഴുക ഇല്ലം നിറയുക വല്ലം നിറയുക മണ്ണു വാഴുക മരവും വാഴുക വെള്ളം വാഴുക വായുവും വാഴുക പ്രത്യേക ശ്രദ്ധയ്ക്ക് നിങ്ങൾ സർക്കാരിനെതിരായി ജാഥ നയിക്കുന്നു, സമാധാന അന്തരീക്ഷം നശിപ്പിക്കുന്നു, എല്ലാവരും പിരിഞ്ഞു പോകണം. ഇത് അധികാരിയുടെ കൽപ്പനയാണ്. ഞങ്ങളുടെ നേതാവിനെ കിച്ചുവിനെ കാരണമില്ലാതെ നിങ്ങൾ ജയിലിലടച്ചു. ഞങ്ങൾക്ക് കിച്ചുവിനെ വിട്ടുകിട്ടണം. നിങ്ങൾ പിരിഞ്ഞു പോയില്ലെങ്കിൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. കൂടുതൽ പോലീസിനെ കൊണ്ടുവന്ന് നേരിടും. കിച്ചുവിനെ വിട്ടുകിട്ടണം. ഇനി ആരും രാജ്യത്തിനും അധികാരിക്കുമെതിരെ ശബ്ദിക്കില്ല.
മായമ്മ, വിധി നടപ്പാക്കാനുള്ള ഉത്തരവ് വന്നു. ശരി. ഇന്ന് വെളുപ്പിനെ സൂര്യോദയത്തിന് മുൻപ് വിധി നടപ്പാക്കാനാണ് ഉത്തരവ്. എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചിട്ട് വേണ്ടത് ചെയ്തു കൊടുക്കും. ശരി, ഞാൻ ചോദിക്കാം. മായമ്മ, അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹമോ? ഇല്ല സാറേ. എന്തെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാനോ മറ്റോ? നല്ല ഭക്ഷണം സാറേ, നല്ല ഭക്ഷണം വേണം. അതിനെന്താ, എന്താ വേണ്ടത്? ഇത്തിരി ചപ്പാത്തിയും കോഴിക്കറിയും കിട്ടുമോ? അതിനെന്താ, ഞാനിപ്പം മേടിച്ചോണ്ട് വരാം. ഇതാ നല്ല ചൂടുള്ള ചപ്പാത്തിയും കോഴിക്കറിയും കഴിച്ചോളൂ. സാറേ, എന്താ മായമേ, എന്താ ഇനി എന്താ വേണ്ടത്? വേറെന്തെങ്കിലും വേണോ? വേറൊന്നും വേണ്ട. ഇത് മുഴുവൻ കഴിച്ചില്ലല്ലോ. സാറേ, ഒരു ഉപകാരം. എന്റെ മകൻ കൂട്ടായി അവിടെ പുറത്തെന്നെ കാത്തു നിൽപ്പുണ്ടാകും. അവനൊരിക്കലും ഇത്ര നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. ഇത് കൊണ്ടുപോയി അവന് കൊടുക്കാവൂ.